അനില ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഒറ്റയ്ക്ക് വന്നതിന്റെ കാരണം അന്വേഷിക്കുന്ന സുമിത്ര. വഴിയിൽ കിടക്കുന്ന മനീഷിനെ കാണുന്ന ചന്ദ്രിക. ലൈലയെ തല്ലിയതെന്തിനാണെന്ന മനീഷിന്റെ ചോദ്യത്തിന് ആദ്യം തല്ലേണ്ടത് നിന്നെയാണെന്ന് ചന്ദ്രിക. നിങ്ങളുടെ മോള് പിന്നാലെ കൂടിയതാണ് എന്റെ പരാജയമെന്ന് മനീഷ്. ചന്ദ്രികയുമായി ഉണ്ടായ വാക്കുതർക്കം ലൈലയോട് പറയുന്ന മനീഷ്. അനില ഇറങ്ങിപ്പോന്നതിൽ ഖേദം പ്രകടിപ്പിച്ച് തങ്കപ്പനാശാരി. സ്ത്രീധനം ചോദിച്ച് എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് മര്യാദയല്ലെന്ന് സുമിത്ര. ഇനി തുടർന്ന് കാണുക. എനിക്ക് നന്ദിച്ചിയുടെ ഫോൺ നമ്പർ ഒന്ന് വേണം. എന്റെ കയ്യിലില്ലല്ലോ ചേച്ചി. അമ്മയ്ക്കറിയാം. ഞാൻ വാങ്ങിച്ചോളാം. വീട് സ്ഥലവും വാങ്ങിച്ചു കൊടുത്തപ്പോ നന്ദിച്ച അമ്മയുടെ കയ്യിൽ പൈസ ഒന്നും ഏൽപ്പിച്ചില്ലേ? ഇല്ലെന്നാ ഞാൻ അറിഞ്ഞത്. ബാങ്കിൽ ഇട്ട് കൊടുത്ത് കാണുമായിരിക്കും. എന്തോ അറിയില്ല. ലൈലയ്ക്ക് പിന്നെ എന്താ അറിയാവുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞ ചേച്ചിക്ക് ദേഷ്യം തോന്നരുത്. ദേഷ്യം തോന്നേണ്ട കാര്യമാണെങ്കിൽ തോന്നും. എന്തായാലും കേക്കട്ടെ. കുഞ്ഞിനെ കൈനകരിയിൽ വിട്ടിട്ട് പോകുന്നത് ബുദ്ധിയല്ല ചേച്ചി. ആ മാമൻ പറഞ്ഞത് കേട്ടില്ലേ? മോന് കരച്ചിലോ വഴക്കോ ഒന്നുമില്ലെന്ന്. ചേച്ചി അടുത്തില്ലെങ്കിലും കുഞ്ഞു വഴക്കുണ്ടാക്കാത്തത് നല്ല ലക്ഷണമല്ല. ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ അമ്മമാരെ പിരിഞ്ഞിരിക്കാറുമില്ല. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാ, മോൻ തിരിച്ചറിവായി വരുമ്പോ അവര് ചേച്ചിയെ പറ്റി നല്ലതൊന്നും പറഞ്ഞു കൊടുക്കില്ല. അവരുടെ കസ്റ്റഡിയിൽ വളരുമ്പോ അവര് പറയുന്നതാണ് ശരിയെന്ന് മോന് തോന്നും. ഭാവിയിൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് എന്താന്ന് പറ. ചേച്ചി കൈനഗരിയിലേക്ക് പോണം, അല്ലെങ്കിൽ മോൻ ഇങ്ങോട്ട് കൊണ്ടുവരണം. കുഞ്ഞ് ചേച്ചിയുടെ കൂടെ വളരേണ്ടത്. ആ, മനസ്സിലായി. എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണം. അതിനുള്ള അടവും കൊണ്ട് വന്നിരിക്കുകയാണല്ലേ? അനിലേച്ചി, ഞാൻ എന്റെ കൊച്ചിന്റെയും കാര്യം ഞാൻ നോക്കിക്കോളാം. അതെനിക്കറിയാം. നാത്തുവിന്റെ ഉപദേശം ഇപ്പൊ വേണ്ട. ഉപദേശം സ്വീകരിക്കാറാവുമ്പോ അറിയിക്കാം. അന്നേരം സഹായിച്ചാ മതി. എനിക്ക് തുണി തേച്ചെന്ന് സഹായിക്കാന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ നനച്ചുകൊടുത്താ. ദാ, ഇത് നനയ്ക്കാനുള്ള തുണിയാ. ഒന്ന് കഴുകിയിട്ടേക്ക്. സമയം കിട്ടുമ്പോ മതി. അനിലെ കുഞ്ഞിനെയും കൊണ്ടാണ് വന്നതെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. ഓ, എന്നാലും 7 മാസം പ്രായമുള്ള മോൻ തള്ളയെ കാണാതെ അവിടെ അടങ്ങിയിരിക്കുവോ? അമ്മയില്ലാത്ത കുട്ടികളും വളരുന്നില്ലേ? ഇതിന് തള്ളയുണ്ടല്ലോ. അമ്മ ഇപ്പൊ വന്നെന്തിനാണെന്ന് പറ. ഇവിടുത്തെ ന്യൂസ് പിടിക്കാൻ, അല്ലാതെ ഇപ്പൊ എന്തിനാ? മനീഷേ, അതിന് പുതിയ ന്യൂസ് എന്താ ഇവിടെ ഉള്ളത്? ആ, മനീഷ് കൂടെ ഓരോ ന്യൂസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അത് ഞാൻ വിട്ടുപോയി. അമ്മയ്ക്കൊന്നും മിണ്ടാതിരിക്കാമോ? ഇങ്ങനെ ഓരോ സമയത്തും അമ്മമാര് മിണ്ടാതിരിക്കുന്നതാ സകല കുഴപ്പത്തിനും കാരണം. മനീഷേട്ടന്റെ ബന്ധുക്കളായി കിട്ടിയ ആളുകൾ കൊള്ളാം. എന്താണ് എന്റെ ഭാര്യ വീട്ടുകാർക്ക് കുഴപ്പം? കുഴപ്പമുണ്ടെന്നാണോ? കൊള്ളാന്നല്ല ഞാൻ പറഞ്ഞേ. അധികം വർത്താനമൊന്നും വേണ്ട, അടങ്ങ്. അമ്മയുടെ മോളുടെ സൈക്കോളജി എനിക്ക് മനസ്സിലായി കേട്ടാ. ഇവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോ നീ അമ്മേനെ വിളിച്ചു വരുത്തും. ഇവർ വന്ന് 2 ഗോൾ അടിച്ചിട്ട് അങ്ങ് പോകും. ഇതല്ലേ ഇവിടുത്തെ സ്ഥിരം കലാപരിപാടി. ഗോൾ അടിക്കാൻ പന്തും മൈതാനം ഒരുക്കി തരുന്നത് ആരാ? മനീഷ് അതുകൂടി പറ. ഇതെന്തൊരു കഷ്ടമാ. അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? പറയാനുള്ളത് പറയണം. മിണ്ടാതിരുന്നാ പിന്നെ അത് പ്രശ്നമാവും. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാ പറ. ഉള്ള കാര്യം പറയുമ്പം ഇങ്ങനെ മുഖം കറുപ്പിച്ചിട്ട് കാര്യമില്ലേ ചേച്ചി? അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ ആരുടെ മുഖം കറക്കാനാ? ഒരു മുഖത്ത് ഒരിക്കലും ഒരു തെളിച്ചമില്ലല്ലോ. മനീഷ് ഇങ്ങനെ നിൽക്കുന്നതിൽ എനിക്കും സോമേട്ടനും അഭിപ്രായമില്ല. ഓ, എന്നാ ഞാൻ പിന്നെ അവിടെ പോയിരുന്നോളാം.
നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുന്നത്? എനിക്ക് ആവശ്യത്തിനുള്ള ഉത്തരവാദിത്വം കൊണ്ട് വന്നാണോ? അതേന്ന് വിചാരിച്ചോ? പ്രായം ഇത്രയായി, കല്യാണവും കഴിഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അതിന് തറുതല പറയുന്നതല്ല മിടുക്ക്. പകരം ചൊവ്വേ ജീവിച്ചു കാണിക്ക്, അതാണ് മിടുക്ക്. അമ്മായിയമ്മയും പറയുന്ന ഒരേ കാര്യം തന്നെ, നേരെ ചൊവ്വേ ജീവിച്ച് കാണിക്കും. അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കും. ആദ്യം എന്തെങ്കിലും സപ്പോർട്ട് താ, എന്നിട്ട് പറ ജീവിച്ച് കാണിക്കാൻ. അത് മനീഷേട്ടൻ പറഞ്ഞത് വാസ്തവമായ കാര്യ. നന്നായി ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലല്ലോ, പിന്നെ എന്തിനാ സപ്പോർട്ട്? ഛേ, ആഗ്രഹം കൊണ്ട് എന്ത് ചെയ്യാനാ? ഒരടിത്തറ ഇട്ടുതാ, ഓ, എന്നിട്ട് വാചകം അടിച്ചാൽ മതി. അടിത്തറ ഇട്ട് തന്നാലോ? മനുഷ്യ വാക്ക് പാലിക്കോ? പാലിക്കും. മാനമര്യാദയ്ക്കാണെങ്കിൽ നന്നായി ജീവിക്കാനുള്ളൊരു വഴിയുണ്ട്. നിനക്കും ലൈലയ്ക്കും ഈ കുടുംബത്തിനും അല്ലലില്ലാതെ കഴിഞ്ഞു പോവാം. മാസം തോറും ഒരു സമ്പാദ്യം ഉണ്ടാക്കാം. എന്ത് വഴിയാമേ? ഓട്ടോറിക്ഷ. മാറിയെന്നങ്ങോട്ട്. സോമേട്ടന്റെ ഓട്ടോ പണി കഴിഞ്ഞിറക്കി മോളെ. ഇനി ഇത് മനീഷ് ഓടിക്കട്ടെ, ഒരു തൊഴിലാവുമല്ലോ. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? പെയിന്റിങ്ങിന്റെ പണി നോക്കുന്നുണ്ട്, കോൺട്രാക്ട് എടുത്ത് ചെയ്യാനാ. അതൊന്നും നീ ഓർക്കണ്ട. എന്ത് ജോലി ചെയ്തും ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം. മനീഷ് എന്തു പറയുന്നു? ഓട്ടോറിക്ഷ ഓടിക്കാൻ എന്നെ കിട്ടത്തില്ല. പനക്കല മനീഷ് സ്റ്റാൻഡിൽ ഓട്ടോയും കൊണ്ട് ചെന്ന് കിടക്കാനാ. നടന്ന തന്നെ. ഡേ, നിന്റെ അമ്മയ്ക്ക് എന്നോട് ഇത് പറയാൻ എങ്ങനെ തരുമെന്നടി? ഓട്ടോറിക്ഷ വരുമാനം കിട്ടുന്ന ഒരു തൊഴിലല്ലേ മനീഷ് അത്? എന്ന് വെച്ച് ഞാൻ എന്റെ ഡീസൻസി നോക്കണ്ടേ? ഓട്ടോക്കാരൻ സോമൻപിള്ളയുടെ മോളെ കട്ടോണ്ട് വരുമ്പോ നിനക്ക് ഈ ഡീസൻസി ഇല്ലായിരുന്നോ? അതിന് ലൈലയുടെ അച്ഛൻ ഏതുവരെയും പഠിച്ച്? 10ാം ക്ലാസ് അല്ലേ. ഞാനതുപോലൊന്നും അല്ല. ഇത്രയും പഠിച്ചതേ ഓട്ടോറിക്ഷക്കാരനാവാനൊന്നുമല്ല. മനീഷ് ഏതുവരെ പഠിച്ചെന്നാ? എന്നാ കളക്ടർ ഉദ്യോഗത്തിന് ശ്രമിക്കാത്ത എന്താ? കളക്ടർ അല്ല, കളക്ടറിനേക്കാൾ വലിയ പൊസിഷനിലെത്തും ഞാൻ. കളക്ടറുടെ സെക്യൂരിറ്റി ആവാൻ പോവായിരിക്കും. ലൈലേ, നിന്റെ അമ്മയോട് വെറുതെ ഇരിക്കാൻ പറയട്ടാ. ദേ, വെറുതെ ഇരുന്ന് ശാപ്പാടടിക്കുന്നതേ എന്റെ സ്വഭാവമല്ല. നീ പറഞ്ഞു കേട്ടില്ലടി, നിന്റെ അമ്മയോട് മിണ്ടായിരിക്കെ. അമ്മയൊന്നും മിണ്ടാതിരിക്കോ? എന്റെ ജീവിതം നന്നാക്കിയിട്ടേ ഉറക്കം വരുമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്, ഓട്ടോറിക്ഷ വേണ്ട, പകരം ആ കാശിങ്ങതാ, ഞാൻ ജീവിച്ചോളാം. എങ്ങനെ? എന്തെങ്കിലും ബിസിനസ് തുടങ്ങും. എന്താ വേണ്ടാത്ത? ആ പഴഞ്ചൻ ഓട്ടോറിക്ഷ സമ്മാനിച്ച് പഴുതീർക്കാനായിരുന്നു ഉദ്ദേശം അല്ലേ? അതെ, ആ ഓട്ടോറിക്ഷ വിറ്റ് കാശിങ്ങതാ, ഞാൻ ബിസിനസ് ചെയ്ത് കാണിക്കാം. ശരി, എന്ത് ബിസിനസ്സാ മനീഷിന് താല്പര്യം എന്ന് പറ, അതിട്ട് തരാം. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം കിട്ടിയാൽ മതി, ഞാൻ ചെയ്തോളാം. പറ്റില്ല. പണമായിട്ട് മനീഷിന്റെ കയ്യിൽ ഒന്നും തരാൻ താല്പര്യമില്ല. അതിന്റെ കാരണം ഞാൻ പറയണ്ടല്ലോ. അല്ലെങ്കിൽ സുമിത്രേച്ചി പറയട്ടെ മനീഷിന്റെ കയ്യിൽ പൈസ തരാൻ. അത് ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കാം. പിന്നെ അതിനെന്താ, അമ്മ പറയും അല്ലേ അമ്മേ? പറയും. ആ കണ്ട ചേച്ചി, മനീഷിന് പണം ഏൽപ്പിക്കുന്നതിൽ എനിക്കൊരു ഉത്തരവാദിത്തം ഇല്ലാന്ന് ഞാൻ പറയും. അമ്മേ, അങ്ങനെ പറയൂ ഞാൻ. അയ്യോ, അതെ ലൈലയുടെ അമ്മേ, അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ടെന്നേ. കാശിങ്ങതാ, ഞാൻ നല്ല അടിപൊളിയായിട്ട് ജീവിച്ചു കാണിച്ചു തരാം, സത്യമായിട്ട്. മനീഷേട്ടാ, ഓ കീറിപ്പൊടിയാത്തു അവളെ മനീക്കാട്ടെ. നീ എന്തെടുക്കോടി? തുണി നനച്ചിടുന്ന കണ്ടില്ല ഏട്ടാ. ആരുടെ തുണി? അല്ലേച്ചിയുടെ. എടേ, മുമ്പേ നീ അവളുടെ സാരിയും ബ്ലൗസൊക്കെ തേച്ച് വെക്കുന്നുണ്ട്.
ഇപ്പൊ അതേ തുണി അലക്കുന്നു. ഇതൊക്കെ ചെയ്യാൻ നീ എന്താ അല്ലയുടെ വേലക്കാരിയാണ്? ഓട്ടേട്ടാ, സാരമില്ല. ആ, നിനക്ക് സാരമില്ലായിരിക്കും, പക്ഷെ എനിക്ക് സാരമുണ്ട്. അത് കൊള്ളാല്ല. അനിലേ, അയ്യോ എടിയല്ലേ? മനുഷ്യേട്ടാ, ഇത് വഴക്കാക്കല്ലേ മനുഷ്യേട്ടാ. നീ നിന്റെ പാട് നോക്കി പൊടി. എടിയല്ലേ അനിലേ? മനുഷ്യേട്ടാ, എന്താ? ഡേ, മനുഷ്യേട്ടാ ദൈവം മിണ്ടാതിരി. ഇങ്ങോട്ട് ഇറങ്ങിക്കടി. ആ തേമാര് തിരക്കിലായിരുന്നോ? എന്തിനാ വിളിച്ചത്? ഈ നനച്ചിട്ടിരിക്കുന്ന എന്താ? സാരി. ആ, ആരുടെ സാരി? എന്റെ. കുഴപ്പമെന്താ? കുഴപ്പമുണ്ട്. ഈ നിൽക്കുന്നതേ എന്റെ ഭാര്യയാണ്. നിന്റെ മുഷിഞ്ഞ തുണി അലക്കി തരുന്നതേ ഇവളുടെ ജോലിയല്ല. മനസ്സിലായ? ഓ, അതാണോ കാര്യം? ആ, അതാണ് കാര്യം. നിനക്കെന്താടി ഒരു നിസാരഭാവം? മനുഷ്യേട്ടാ സാരമില്ല. നീ ഒന്നും മിണ്ടാരിയടി. ആ, അതെ, പെങ്ങൾ അധികം കയറിയ ആളാവണ്ട. നീ ഇവിടെ വിരുന്ന് വന്നൊന്നുമല്ല, ആരും ക്ഷണിച്ചിട്ടുമില്ല. ആ വിചാരത്തോടെ മര്യാദയ്ക്ക് വേണം പെരുമാറാൻ. ഞാൻ വന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കും കൂടി അവകാശപ്പെട്ട വീടാ ഇത്. എനിക്ക് ഇഷ്ടമുള്ളപ്പോ വരാം, ഇഷ്ടം പോലെ താമസിക്കാം. ആഹാ, അവകാശപ്പെട്ട വീടാണോ എന്നൊക്കെ തീരുമാനിക്കുന്നതേ നീയല്ല, അമ്മയാണ്. അമ്മ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും നിയമപ്രകാരം എനിക്ക് പനക്കൽ അവകാശങ്ങളുണ്ട്. നിയമം പഠിച്ചിട്ട് വന്നിരിക്കുവാണോ നീ? കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി ഒളിച്ചോടി പോയതല്ലേടി നീ? പനക്കൽ എന്നുള്ള പേര് പറയാൻ പോലും നിനക്ക് അവകാശമില്ല. ഓ, കുടുംബത്തിന്റെ അഭിമാനം ആകാശം വിട്ട് ഉയർത്തിപ്പിടിച്ച ആളാണല്ലോ ഈ സംസാരിക്കുന്നത്. വേളി കഴിച്ചിരിക്കുന്നത് എവിടെന്നാ? ഇവളുടെ കോളനിന്ന് ത്രിസന്ധ്യക്ക് നാട്ടുകാർ പിടികൂടിയ വാർത്തയൊക്കെ അങ്ങ് കൈനഗിരിയിൽ വരെ അറിഞ്ഞു. രാജേഷേട്ടന്റെ വീട്ടിൽ ഞാൻ അതിന്റെ പേരിൽ കുറെ നാണം കേട്ടതാ. അതുകൊണ്ട് ആ ചരിത്രമൊന്നും കൂടുതൽ പറയണ്ട. ചിട്ടിക്കാരി ചന്ദ്രിക അറിയാത്തവര് ഈ നാട്ടിൽ ആരുമില്ല. അതെ ചേച്ചി, എന്റെ അമ്മ ചിട്ടിക്കാരിയാ. അതുകൊണ്ട് നാട്ടുകാരറിയും. പക്ഷെ നല്ല രീതിയിൽ അറിയുന്നത്. നിങ്ങൾ ആങ്ങളെയും പെങ്ങളും സംസാരിക്കുന്നതിനിടയില് എന്റെ അമ്മയുടെ പേര് വെറുതെ കൊണ്ടുവരണ്ട. നിന്റെ അമ്മ ആരടി? മഹാറാണിയോ? ഈ മുറ്റത്ത് വന്ന് നിൽക്കാൻ നിനക്ക് എന്താടി യോഗ്യത? നിങ്ങളുടെ ചേട്ടന്റെ ഭാര്യ എന്നുള്ളതാ എന്റെ യോഗ്യത. ഇക്കണക്കിന് നിന്നെ ഞാൻ ചേട്ടത്തമ്മയെന്ന് വിളിക്കേണ്ടി വരുമല്ലോ. എടി നിർത്തടി. നീ അധികം വർത്താനൊന്നും പറയണ്ട. ലൈലേ, ബാക്കി തുണി അവിടെ വെച്ചാ മതി. ദാ ഇവള് വിരിച്ചോളൂ. നനച്ച ആളിന് തന്നെ വിരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അഹങ്കാരം പറയുന്നോടി. തുണി കാണിച്ചറടി. അയ്യോ മനുഷ്യട്ടാ, മനുഷ്യട്ടാ വേണ്ട. മനുഷ്യട്ടാ വേണ്ട. മനുഷ്യട്ടാ എന്തേ കാണിക്കുന്നത്? ചോര ഉണ്ടെങ്കിൽ എറിഞ്ഞുകളാ. എന്താടി അറിഞ്ഞ? അതിന് നിങ്ങൾക്ക് അർഹതയില്ല. സാരി പോയിട്ട് ഒരു കർച്ചീഫ് നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ചേട്ടനാണ് പോലും. എന്റെ ഭർത്താവ് ജോലി ചെയ്ത് വാങ്ങിച്ചു തന്ന തുണിയാ. അത് വല്ലവർക്കും വലിച്ചെറിയാനുള്ളതല്ല. നീ എന്നാ വായി നോക്കി നിൽക്കുക? ഇങ്ങ് വാടി. മതി 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 മോനെ, ലിഫ്റ്റ് എന്നതിന് നന്ദി. മോന്റെ പേരെന്തുവാന്നാ പറഞ്ഞേ? സുബിൻ. അയ്യടി, മോൻ ഇവിടുത്തെ മനീഷിന്റെ കൂട്ടുകാരനാണ്? ഏയ് അല്ല. ഷോ, എന്റെ പൊന്നു മോനെ, അവനുമായിട്ട് കൂട്ടുകൂടല്ലേ, പണിയാവേ. ആ ഓർത്തിരുന്നാണ്. ശരി ശരി ശരി, ഓക്കെ, സീ യു സീ യു. ഒരു വെങ്കൊച്ച മാത്രം ഉണ്ടായിരുന്നപ്പോ പനക്കല മുറ്റം ക്ലീൻ ആയിരുന്നു. ഇപ്പൊ അനിലെ കൂടെ വന്നതോടുകൂടി ചപ്പായി, ചവറായി, കരിയിലയായി, മുറ്റമാകെ കുളമായി. ആര് മുറ്റം അടിക്കുമെന്നുള്ള തർക്കമായിരിക്കും. ഹൈക്കമാൻഡായിട്ടിരിക്കുന്ന സുമിത്രയ്ക്ക് മുറ്റം അടിക്കേണ്ട കാര്യമില്ലല്ലോ. സുമിത്രേ, 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 സുമിത്രേ.
നാത്തുമാര് രണ്ടുപേരും ഇതിനകത്തുണ്ടായിരുന്നോ? അനിലെ നോക്കണ്ട, രാജേഷ് വന്നിട്ടില്ല. ഞാൻ വിളിച്ചിട്ട് രാജേഷേട്ടൻ എന്താ ഫോൺ എടുക്കാത്തത്? ഷോ, അതിനിപ്പോ ഞാനെന്തോ മറുപടി പറയേണ്ടത്? മോളെ, എന്റെ പേര് തങ്കപ്പനാശാരി എന്നാ, രാജേഷ് എന്നല്ല. രാജേഷ് ഫോൺ എടുത്തില്ലെങ്കിൽ അതിന്റെ കാരണം എന്താന്ന് അവനോട് ചോദിക്കണം. അപ്പൊ അവൻ പറയും അവൻ എന്താ ഫോൺ എടുക്കാത്തതെന്ന്. ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ അതിന്റെ കാരണം എന്നോട് ചോദിക്കണം. അപ്പൊ ഞാൻ പറയും ഞാൻ എന്താ ഫോൺ എടുക്കാത്തതെന്ന്. അവനും ഞാനും ഫോൺ എടുത്തില്ലെങ്കിൽ കാരണം ആരോട് ചോദിക്കും? അല്ല, ആരോട് ചോദിക്കും? എനിക്കറിയാം, ഫോൺ മാറ്റി വെച്ചിരിക്കുക. ആ, അതിന് സാധ്യതയുണ്ട്. താൻ്റെ ആരെങ്കിലും എടുത്ത് മാറ്റിവെക്കാതെ തന്നെത്താൻ മാറിയിരിക്കുന്ന ഒരു ഫോൺ ഇന്ന് രാവിലെ വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. നിനക്കിപ്പോ രാജേഷിനെ വിളിച്ചിട്ട് എന്താ ആവശ്യം? അനില മോള് കേട്ടല്ലോ, ഇതാ ഒരളിയന്റെ ശബ്ദം. എന്തിനാണ് നീ രാജേഷിനെ വിളിച്ചത്? അവൻ നിന്നെ ഇതുവരെ വിളിച്ചില്ലല്ലോ. മനീഷേട്ടൻ വെറുതെ ചേച്ചി വാശി പിടിപ്പിക്കാതെ. അത് ന്യായം. അവര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയമല്ലേ? അത് ന്യായം. എടി നിന്റെ അഭിപ്രായം ഒന്നും ചോദിച്ചില്ല. ചോദിക്കുമ്പോ മാത്രം ഇങ്ങോട്ട് വിളമ്പിയാ മതി. അതിൽ ന്യായമുണ്ട്. ഒന്നും മിണ്ടാതിരിക്കാവോ? അതിൽ മാത്രം ന്യായമില്ല. അത് ശരി. മോനെ മോനെ മനീഷേ, ഞാൻ കൈനഗിരിയിൽ നിന്ന് ഇവിടം വരെ വന്നത് മൗനവ്രതത്തിനല്ല. മിണ്ടരുതെന്ന് എന്നോട് പറയാൻ ഇവിടെ ആർക്കും അധികാരവും ഇല്ല. കാരണമേ താണ്ടെ ഇങ്ങോട്ട് ഈ നിൽക്കുന്ന അനിലമോടെ അമ്മായി അച്ഛനാണ്. അമ്മായി അച്ഛൻ. ഞങ്ങൾക്ക് ആർക്കും നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. താല്പര്യം ഉണ്ടാവണമല്ലോ. മോനെ മനീഷേ, അസ്ഥിവാരമില്ലാത്ത ഒരു പെര ഒരു ചെറിയ കാറ്റടിച്ച ടപ്പോന്ന് നിലം പൊത്തും. മനീഷിന്റെയും സുമിത്രയുടെ അഭിമാനബോധത്തിന് ഒരടിസ്ഥാനവും ഇല്ല. അതുകൊണ്ട് നിലനിൽപ്പുമില്ല. തന്നെത്താൻ അറിഞ്ഞില്ലേ പിന്നെത്താൻ അറിയണമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. താണ്ടെ സ്വസ്ഥമായിട്ട് പോയിരുന്ന് ആലോചിച്ച മോൻ അതിന്റെ അർത്ഥം പിടികിട്ടും. ഇല്ലെങ്കിൽ മോളൊന്ന് പറഞ്ഞു കൊടുത്തേക്കണേ. ഈ വരുന്ന ഞായറാഴ്ച കുഞ്ഞുങ്ങൾക്ക് പോളിയോ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ വന്ന് മോനെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിക്കുക. എങ്ങനെ യോ, ലക്ഷ്മണൻ മോന് മരുന്ന് കൊടുക്കാനാണെങ്കിലേ അനിലമോൾ അങ്ങോട്ട് വരണമെന്നില്ല. നമ്മുടെ വീടിനടുത്ത് പോളിയോ ക്യാമ്പുണ്ട്. ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുത്തോളാം. അതെ, ഇവൾ അങ്ങോട്ട് വരുന്നതിന് തടസ്സം നിൽക്കുന്ന എന്തിനാ? ഷോ, എന്റെ പൊന്നുമോനെ തടസ്സവാദം ഉന്നയിച്ചതല്ല. അനിലമോക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് എപ്പോ വേണമെങ്കിലും വരാം. അതിനു മുമ്പ് പക്ഷേ ചില തീരുമാനങ്ങൾ ഉണ്ടാവണം. എന്ത് തീരുമാനങ്ങള്? രാജേഷ് സമ്മതിച്ചിട്ടല്ല മോളിപ്പോ ഇങ്ങോട്ട് വന്നത്. 1 വയസ്സ് പോലും ആകാത്ത ഒരു കുഞ്ഞിനെയും തഴഞ്ഞിട്ടാ മോളിങ്ങോട്ട് വന്നത്. അതവിടുത്തെ പീഡനങ്ങളെ സഹിക്കാൻ വയ്യാത്തോണ്ടായിരിക്കും. അത് നേരെ ഡെയിലി 4 നേരം ശാപ്പാട് കഴിക്കുക എന്ന് പറയുന്നത് വല്ലാത്ത പീഡനവാ. നല്ല ഡ്രസ് ഇടുക എന്ന് പറയുന്നതോ അതിലും വലിയ പീഡനവാ. യോ, കഥ അറിയാതെ കഥകളി ആടല്ലേ മനീഷ് മോനെ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന അസത്യമാണെന്ന് അനില നിഷേധിക്കട്ടെ. ഞാൻ പ്രസ്താവന പിൻവലിച്ച് അപ്പോഴേ സുല്ലിടാം. ആഹാരവും വസ്ത്രം കൊണ്ട് മാത്രം ജീവിതമായില്ലല്ലോ. അത് വാസ്തവം. ദാണ്ടേ അനില പോയിന്റിലേക്ക് വന്നു. കേട്ടോ മോനെ, ജീവിതം കെട്ടിപ്പൊക്കാൻ മറ്റു ചില സാധനങ്ങൾ കൂടി വേണം. അതിപ്രധാനമാണ് പണം. അല്ല, അതിന്റെ വില മനീഷ് മോന് നന്നായിട്ട് അറിയാമല്ലോ. താണ്ടെ പെങ്ങളുടെ ജീവിതം കെട്ടിപ്പൊക്കിയില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് ബലപ്പെടുത്താൻ ആങ്ങളെ എന്ന നിലയിൽ എന്തോ സഹായം ചെയ്തു. എനിക്കിവിടെ എന്റെ ജീവിതം തന്നെ ബലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, പിന്നല്ലേ മറ്റുള്ളവരുടെ കാര്യം. താണ്ടെ തുറന്ന് സമ്മതിച്ച സന്തോഷം. ഇനിയിപ്പം മനീഷ് മോനുമായിട്ടൊരു ചർച്ചയ്ക്ക് ഒരർത്ഥവും ഇല്ല. കറക്റ്റ്. ആ മോളെ, അനിൽ ഇങ്ങ് വന്നേ, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാം. ബാ. ആലോചിച്ചോണ്ടിരിക്കാൻ ഇങ്ങോട്ട് വാ മോളെ, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാവുന്ന. ബാ ചെല്ലി. മരുമോളാണെങ്കിലും മോളായിട്ടാ കാണുന്നതെന്നുള്ള സ്ഥിരം വൃത്തികെട്ട ഡയലോഗ് ഒന്നും ഞാൻ പറയുന്നില്ല. അനിൽ എന്റെ
എന്റെ മരുമോള് തന്നെ. ഒരിക്കലും മോളാവത്തുമില്ല. പക്ഷെ മക്കളോട് എനിക്ക് സ്നേഹവും വാത്സല്യവും ഇത്തിരി സഹതാപവും ഉണ്ട്. അതുകൊണ്ട് പറയുക, രാജേഷ് ആകെ ഇടഞ്ഞു നിൽക്കുക. ഇടഞ്ഞെന്ന് വെച്ചാ ഇടഞ്ഞു തന്നെ. അല്ല, മോടെ ഭാഗത്തുകൊണ്ട് തകരാറ്. രാജേഷിന്റെ അപ്രീതി ഒഴിവാക്കാമായിരുന്നു. ദിവസവും കുത്തുവാക്ക് കേട്ട് മടുത്തിട്ടാ ഞാൻ ഇറങ്ങിപ്പോന്നത്. വാക്കുകൊണ്ടുള്ള ആ കുത്തും ഒഴിവാക്കാമായിരുന്നു. സുമിത്ര ഒരു പ്രാവശ്യമെങ്കിലും കൈനഗിരി വന്നിരുന്നെങ്കിൽ, ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നന്ദനയ്ക്ക് വരായിരുന്നല്ലോ. ദോഷം പറയരുതല്ലോ. ആകെ ഒരു തവണ വന്നത് മനീഷ. എന്നിട്ടോ രാജേഷിന്റെ കയ്യിൽ നിന്ന് 500 രൂപ കടവ് മേടിച്ച് സ്ഥലം വിട്ടു. ദാണ്ടേ ആ കാശ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഫോൺ ഇങ്ങോട്ട് തന്നാ ഞാൻ രാജേഷേട്ടനെ വിളിക്കാം. വിളിച്ചിട്ട് സംസാരിക്കാം, ക്ഷമ ചോദിക്കാം. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല മോളെ. അവനെ തണുപ്പിക്കാന് ഇനി വാക്കു പോരാ, പ്രവൃത്തി വേണം. ഞാൻ എന്ത് ചെയ്യണം? മക്കൾക്ക് എന്നെ വിശ്വാസമാണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ പറഞ്ഞാ കേക്കുമെങ്കിൽ പറയാം. അനിലമോള് പനക്കിൽ നിന്ന് പുറത്തോട്ടെങ്ങും പോകുന്ന പതിവില്ലല്ലോ. ഇല്ല. സ്ഥിരം ഇവിടെ തന്നെ. അതെ. വീട്ടിൽ നിൽക്കുമ്പോ എന്തിനാ മോളെ ഇത്രയും പൊന്ന്? ഇത്രയും പവൻ സ്വർണത്തിന്റെ ആവശ്യമില്ല. താലി കോർത്തിടാൻ ചെറിയ ഒരു മാല, കാതി പൊട്ടുപോലൊരു കമ്മല്. മോളെ വളയിപ്പോ ഒരു ഫാഷനേ അല്ല. ഇവിടിങ്ങനെ സ്വർണം അണിഞ്ഞ് നിൽക്കണോ, അതോ വീട്ടിൽ വന്ന് രാജേഷിന്റെ കൂടെ സന്തോഷമായിട്ട് നിൽക്കണോ? മോളാലോചിക്ക. ദാണ്ടെ അങ്ങോട്ട് വരാനാ പ്ലാനെങ്കിൽ അനിലെ താലിയും മാലയും വളയും എല്ലാം എന്നെ ഏൽപ്പിക്കണം. എന്തിന്? ഞാൻ ഈ ഉരുപ്പടികള് തന്ത്രപൂർവം രാജേഷിന്റെ കൈ കൊണ്ട് കൊടുക്കും. എന്നിട്ട് പറയും, എടാ ചെറുക്ക, അനിലമോട് സ്നേഹം തന്നു വെച്ചതാടാ, ഇപ്പൊ ഇതേ ഉള്ളൂ, ബാക്കി പിന്നെ തരാമെന്ന്. താണ്ടെ അതോടവന്റെ മനസ്സ് അലിയും, തണുക്കും. അടുത്ത ദൃശ്യം എന്താന്ന് മോളൊന്ന് ആലോചിച്ചേ. താണ്ടെ ഈ മുറ്റത്തോട്ട് ഷൂന്നൊരു കാറ് വന്ന് നിൽക്കും. ആരാ? രാജേഷ്. സ്നേഹത്തോടെ അനിലമോളെയും കൊണ്ട് നേരെ കൈനഗിരിയിലോട്ട് വരും. അങ്ങനെല്ലാം ശുഭം. അപ്പം മാലയും മറ്റുമൊക്കെ എന്നെ ഏൽപ്പിക്കുമല്ലയോ? അല്ല, എനിക്ക് അമ്മയോടൊന്ന് ആലോചിക്കണം. അല്ലെങ്കിലും കൈക്കൂലി തന്നിട്ട് എനിക്ക് രാജേഷേട്ടന്റെ സ്നേഹം പിടിച്ചു പറ്റണ്ട. ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുക്കട്ടെ, ബാക്കി പിന്നെ ആലോചിക്കാം. എവള് സുമിത്രയുടെ മോള് തന്നെ. ഹോം മസാല, വിനോദം വിരൽ തുമ്പിൽ. ഡൗൺലോഡ് ദി ആപ്പ് ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ.